ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. അമരമ്പലം സൗത്തിലെ യുവ കർഷകനായ റഫീഖ് പുലത്ത് പുലിക്കോട്ടിലിന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ തണ്ണിമത്തം കൃഷി വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. വളരെയധികം സന്തോഷമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. നമുക്കറിയാം, ഇന്ന് തണ്ണിമത്തനാണെങ്കിലും മറ്റു പച്ചക്കറി ആണെങ്കിലും ഒക്കെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരേണ്ട സാഹചര്യമാണ്. എന്നാൽ നമ്മുടെ ഈ റഫീഖ് നമ്മുടെ പഞ്ചായത്തിൽ നിരവധി യുവ കർഷകനാണ്. നിരവധി എല്ലാ വർഷവും നല്ല രീതിയിൽ പച്ചക്കറി മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനാണ്. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് തണ്ണിമത്തൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തണ്ണിമത്തം അമരമ്പലം പഞ്ചായത്തിൽ ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും കർഷകന് റഫീഖിന് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് തയ്യാറായി എന്നുള്ളതാണ്. നമ്മളെ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ നമ്മളെ യുവ കർഷകനായിട്ട് പഞ്ചായത്ത് ആദരിച്ചത് നമ്മുടെ റഫീഖിനെയാണ്. അപ്പോൾ ഒരുപാട് ഇത് ഒരു ഈ റഫീഖിനെ കണ്ട് മറ്റുള്ള യുവാക്കളൊക്കെ ഇന്ന് ഈ രംഗത്തേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വിഷം നിറച്ച പച്ചക്കറികളും മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെയാണ് നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റഫീഖിനെ പോലത്തെ ആളുകൾ ഇത്തരം പച്ചക്കറികൾ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം, ഒരു കൃത്രിമമില്ലാത്ത ഭക്ഷണം ഇന്ന് നമുക്ക് കഴിക്കാനും അതിലൂടെ നമ്മുടെ രോഗത്തെ പരിധി വരെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. എന്നാണെങ്കിലും കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. റഫീഖിന് ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പഞ്ചായത്ത് ഇന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ കൃഷി ഓഫീസറും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് കർഷകനായ ഈ റഫീഖിന് നിരവധി കൃഷി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നഷ്ടത്തിൻ്റെ കണക്കാണ്. എത്ര സബ്സിഡി കൊടുത്താലും എത്ര സഹായം ചെയ്താലും നഷ്ടമാണ്. എന്നാലും ഇതിന് തയ്യാറായി എന്നുള്ളതാണ്. നഷ്ടമല്ല, ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ലാഭമില്ലെങ്കിലും നഷ്ടമാണെങ്കിലും ഇനി 10 തണ്ണിമത്തനാണെങ്കിലും അത് അത്രയും ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും റഫീഖിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള കൃഷി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളെ മാതൃകയാക്കി ഒരുപാട് ചെറുപ്പക്കാർ 2 ഏക്കറിൽ മൾച്ചിംഗ് ഷീറ്റും ഡ്രിപ്പ് ഇറിഗേഷൻ തുടങ്ങിയ കൃഷിരീതികൾ ഉപയോഗിച്ചാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത്. വാർഡ് മെമ്പർ സെമീന വട്ടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പിലെ പച്ചക്കറി വികസന പദ്ധതി, ജനകീയ ആസൂത്രണ പദ്ധതിയിലെ പച്ചക്കറി വികസനം എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് തണ്ണിമത്തൻ കൃഷി സാധ്യമാക്കിയിട്ടുള്ളത്. അമരമ്പലം പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേടിയ കർഷകനാണ് റഫീഖ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഹമീദ് ലബ്ബ, കാർഷിക വികസന സമിതി അംഗം രാജുമോഹൻ എന്നിവർ സംബന്ധിച്ചു. കൃഷി ഓഫീസർ എം ഷിഹാദ് സ്വാഗതവും കർഷകൻ റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.